ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു ഷൂട്ടിംഗ് സെറ്റപ്പാണ്. അതിന് സ്റ്റുഡിയോ ഒന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റുഡിയോ ഒന്ന് വിളിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോ ഒന്നും വിളിക്കുന്നില്ല. എൻ്റെ ഷൂട്ടിംഗ് സെറ്റപ്പ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എൻ്റെ കയ്യിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. വളരെ സാധാരണ ഒരു സിസ്റ്റം എന്നാണ് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഔട്ടിലേക്ക് ഇത് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യമേ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മൈക്കോ കാര്യങ്ങളോ ഒന്നും കണക്ട് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി റോ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സംഭവം പോലെയല്ല നിങ്ങൾ കാണാൻ പോകുന്ന ഔട്ട് എന്ന് പറയുന്നത്. എൻറ്റയർലി ഒരു മെസ്സി ആയിട്ടുള്ളൊരു സാധനമാണ്. അതിന്ന് നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. അത് മോസ്റ്റ് ഓഫ് ദി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈറ്റും വയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ അതിനേക്കാൾ കുറച്ചുകൂടെ മെസ്സി ആയിരിക്കും. കാര്യം എക്യുപ്മെൻറ്റ്സ് കൂടുതലാണ് മീൻസ് സാധനങ്ങൾ കുറവായതുകൊണ്ട് പല സാധനങ്ങളും നമുക്ക് കൂട്ടി പലയിടത്തും ചെയ്യേണ്ടി വരും. നല്ല ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, കീ ലൈറ്റും ഫിൽ ലൈറ്റും ഒക്കെ മതി. ഇവിടെ അങ്ങനെയൊന്നല്ല, നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ഥലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഐഫോണൊന്നും അല്ല, എൻ്റെ റെഡ്മി നോട്ട് 7 Pro ആയതുകൊണ്ട് സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂസൊക്കെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ടേബിൾ എപ്പോഴും ക്ലീൻ ആയിരിക്കും. അത്യാവശ്യം നല്ല ക്ലീൻ ആയിരിക്കും. കുറച്ച് വൃത്തിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. നോർമലി ഇതിലൊരു സ്റ്റിക്കി നോട്ട്സ് എപ്പോഴും കാണും. എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ എഴുതി വയ്ക്കാമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. പക്ഷേ ഇത് വെറും വേസ്റ്റ് ടൈപ്പ്. അതിന് വലിയ സ്റ്റെബിലിറ്റി ഒന്നുമില്ല. ആ സാധനത്തിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. അത് ഫോണിൽ വയ്ക്കുമ്പോൾ ഇളകി പോവുകയൊക്കെ ചെയ്യുകയാണ്. അത് റീപ്ലേസ് ചെയ്യാനോട്ട് പറ്റില്ല. റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇത് ആണ് എൻ്റെ ട്രൈപോഡ്. ഇത് ഞാൻ കുറേ കാലം മുമ്പ് വാങ്ങിച്ച ട്രൈപോഡ്. പക്ഷേ ഇതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സാധനങ്ങൾ ഇത് പൊട്ടി. ഇത് ഞാൻ വാങ്ങിക്കാൻ നോക്കിയിട്ട് ഇത് മാത്രമായിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ റിംഗ് ലൈറ്റ് അതിന് ചെറിയ ഫ്ലിക്കേഴ്സൊക്കെ വന്നിട്ട് ഞാൻ നോർമലി റിംഗ് ലൈറ്റ് ഉപയോഗിക്കാറില്ല. അതിൻ്റെ ലൈറ്റിൻ്റെ ആവശ്യം എനിക്ക് വരാറില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ പ്രശ്നമുണ്ട്, സ്ക്രൂ ഇറങ്ങിയിട്ട്. പക്ഷെ അത് മാറ്റണ്ട എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് ഞാൻ മാറ്റാതിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കുന്നില്ല. അത് നൂല് വെച്ച് കെട്ടി വെച്ചിരിക്കുക. ഞാൻ ആകെ ഇവിടെ മാത്രം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം വെറുതെ ചുമ്മാ പൈസ കളഞ്ഞൊരു സാധനം വാങ്ങിക്കണ്ട എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. പക്ഷേ ഇത് എനിക്ക് പുതിയതൊന്ന് വാങ്ങിക്കണം എന്നുണ്ട്. ഈ സാധനം ഇത് അപ്പം ഇത് മൊബൈൽ കൈ വെച്ചെടുക്കുന്നതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ഇത് എൻ്റെ ഉള്ള ഭയങ്കര വിലയുള്ള ആകെ ഒരു സാധനം ഇതാണ് കേട്ടോ. എൻ്റെ മാക്കാണ് ഇത്. ഞാൻ ഈ അടുത്ത് വെച്ചൊരു സാധനം. ഇത് മാക്കിൻ്റെ തന്നെ പെട്ടി. എനിക്കിങ്ങനെ ഈ കാർഡ്ബോർഡൊക്കെ വെച്ച് കാർഡ്ബോർഡൊന്നും കളയാതെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അപ്പോൾ ഒന്നാമത് എൻ്റെ ടേബിൾ ചെറുതായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇത് ഇത് എൻ്റെ പെട്ടി തന്നെ. അതിന് ഞാൻ മുറിച്ച് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ കളഞ്ഞിട്ട് ഇത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ബുക്സൊക്കെ വയ്ക്കാം. ഇത് സീക്രട്ട് സ്പേസ്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് ഇതിലെന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ആയിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ മതി. അല്ലാതെ എനിക്ക് ലാപ്ടോപ്പ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് അടുത്തേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ മതി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മൗസാണ്, പ്രോട്രോണിക്സിൻ്റെ ഒരു മൗസാണ്. ഇത് നല്ല മൗസ് കേട്ടോ. ഇത് വില അത്യാവശ്യം കുറഞ്ഞ് കിട്ടിയപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഈ സാധനം. കുഴപ്പമില്ല. അത് 3 ഡിവൈസിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഒരേ സമയം. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 3 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ടേബിളിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഷൂട്ടിംഗ് സ്പേസിലാണ് ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു സാധനത്തിന് എൻറ്റയർലി ഔട്ട് വരുന്ന സമയത്ത് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ടേബിൾ ഇത് ചോർന്ന സാധനം തലയണ പോലെ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്, സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. കാരണം എനിക്ക് അതിലിരിക്കുമ്പോൾ ഭയങ്കര മുതുകുവേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. പിന്നെ ഇവിടെ ഉള്ളത് എന്താ, പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം. ഇത് സോഫ്റ്റ് ബോക്സ് ആണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചെറുതായിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഇളകിപ്പോയി. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഈ ലൈറ്റ് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും രാവിലെ ആണെങ്കിൽ. അപ്പോൾ അതിന് ഞാൻ ഈ 2 കാർഡ്ബോർഡ് യൂസ് ചെയ്യും. നോർമലി ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാറില്ല. പിന്നെ ഇപ്പുറത്തുള്ളത് ഞാനൊരു തുണിയുണ്ട്, ഒരു ക്ലോത്ത് വെച്ച് ഞാനത് കവർ ചെയ്തു. അവിടെ നെറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ നെറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചത് കവർ ചെയ്തു. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വെളിച്ചമായിരിക്കും ഇവിടെ.
പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ആ എന്താ പറയുക ടേർട്ടിൽ നെക്കാണ്. അധികം വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല, ഇതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. മഴയൊക്കെ ഉണ്ട്, മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഇതാണ്. ഇനി ഞാൻ ഈ ലൈറ്റ് ഇട്ട് കാണിച്ചത്, ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ് സോഫ്റ്റ് ബോക്സ്. ഇതിനകത്ത് 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ സ്വിച്ച് എൻ്റെ പേരൻസിൻ്റെ റൂമിലും, ഒന്നിൻ്റെ സ്വിച്ച് ഇവിടെ. ഇതിനകത്ത് ഞാൻ സ്വിച്ച് ബോർഡ് ആക്കി ഒരു എക്സ്റ്റൻഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അതിൽ നിന്നുള്ള വയറാണ് വന്നെടുത്തിരിക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ കുത്താനുള്ളതൊക്കെ അവിടെയാണ്. പിന്നെ എല്ലാം ഇങ്ങനെ കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻ്റെ മൈക്കാണ്. മൈക്ക് അപ്പുറത്ത് കൂടെ ഈ ഒരു സാധനത്തിൽ ഇതിലിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് മൈക്ക് എന്ന് പറയുന്നത്. ഇത് ചുറ്റി വെച്ച് ഇതിങ്ങനെ വന്ന് ഇതിൻ്റെ വയർ അടിയിൽ കൂടെ ഒക്കെ വന്ന്, ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്ന വയർ ഇതിങ്ങനെ പോയി ഇവിടെ ഒരു ആണിയുണ്ട്. ആ ആണിയിൽ എപ്പോഴും ഞാൻ തൂക്കി വയ്ക്കും. എനിക്കിത് വേറെ എവിടെയും പോകുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ വയ്ക്കും. പിന്നെ ഇവിടെ ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ അപ്പുറത്ത് എൻ്റെ ബെഡാണ്, അതൊന്നും കാണിച്ചു തരാം. പിന്നെ ഇവിടെ എപ്പോഴും എൻ്റെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. എനിക്ക് എപ്പോഴും ആവശ്യമാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണിപ്പോൾ ഉള്ളത്. ഇനി ഈ ഒരു സാധനത്തിൽ ലൈറ്റ് ഇട്ടിട്ട് 2 ലൈറ്റ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ ലൈറ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ റൂമിലുള്ള ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യും. അപ്പോൾ ഞാൻ റൂമിലുള്ള ലൈറ്റും ഓഫ് ചെയ്തു. ഇപ്പോൾ ഒരു എക്സ്ട്രാ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ഫീലല്ലേ ഇവിടെ വരുന്നത്, ഇത്ര നേരം കണ്ടതല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുണ്ടാണ്. ശബരിമലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടായതൊരു മുണ്ടാണ്. അത് ഞാൻ ആണിക്കടിച്ച് കറക്റ്റായിട്ട് അതിൽ തറച്ച് വെച്ചേക്കാണ്. അങ്ങനെയാണ്. ഇതൊരു കോർണറാണ്, എൻ്റെ റൂമിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോർണറാണ്. അപ്പം അതാണ് കാര്യം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഈ മൊബൈലിൽ തന്നെ കാണിക്കണം. ഞാനിത് ട്രൈപോഡിൽ വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഔട്ട്. മനസ്സിലായ, ഒന്നും ചെയ്യാണ്ട് ഒരു കാര്യമില്ലാതെ വെച്ചിരിക്കുന്ന ഔട്ട്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അടുത്ത് വന്നിട്ട് സംസാരിക്കുക. ഇതാണ് ശരിക്കുള്ള ഔട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ മൈക്കിൻ്റെ വോയിസ് മൊബൈലിലേക്ക് കണക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ റെഡ്മി നോട്ട് 7 Pro ആണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, ഐഫോണൊന്നുമല്ല. അപ്പോൾ ഇതിലേക്ക് വോയിസ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഇതിൽ നമുക്ക് മാനുവലി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇപ്പം വ്യത്യാസം വന്നില്ലേ? ഇനി വേണമെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്താം. എനിക്ക് ആവശ്യമുള്ള ലൈറ്റിങ് ഇതാണ്. ഇത് തനിയെ അഡ്ജസ്റ്റ് നമുക്ക് ഇതിൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഭയങ്കര നല്ല വ്യത്യാസം വന്നില്ല ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഭയങ്കര നല്ല രീതിയിലുള്ള ലൈറ്റാണ്. അപ്പോൾ ഞാൻ ഈ കോർണറിലായിരിക്കണം. ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. കൈൻഡ് ഓഫ് ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിന്നാണ് ലൈറ്റ് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഞാൻ എന്താ പറയുക, നമ്മുടെ ഫിൽ ലൈറ്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അത് കീ ലൈറ്റ്, ഫിൽ ലൈറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ആകെ 2 ബൾബുണ്ട്, അതുണ്ട്. അതിലാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. മുൻപെന്ന് വെച്ചാൽ ഞാനൊരു എമർജൻസി ലാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എമർജൻസി ലാമ്പിലൊരു ബ്ലൂ കളർ പേപ്പർ റാപ്പ് ചെയ്തിട്ട് അത് അത്യാവശ്യം കളർ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ അത് നല്ലൊരു എഫക്റ്റ് ഒന്നും തരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് ഒഴിവാക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് മൈക്ക് എന്താ പറയുക കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഡിറ്റഡ് വേർഷൻ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടാവും വോയിസിൽ. ഇനി നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എഡിറ്റിങ്ങിൻ്റെ കഴിവാണ്. എഡിറ്റിങ്ങിലുള്ള പ്രീസെറ്റാണ്. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ മണിക്കൂറുകളോളം റിസർച്ച് ചെയ്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഏറ്റവും മാച്ച് ആവുന്ന ഏതാണെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രീസെറ്റാണ്. അതെൻ്റെ ഒന്നും ഒരിക്കലും മിസ്സായിപ്പോയി. ഞാൻ പിന്നെയും കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ അത് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ കളേഴ്സിനെ പറ്റി നമുക്ക് ഓൾറെഡി നന്നായിട്ട് അറിയാം. ഏറ്റവും നന്നായിട്ട് കളേഴ്സിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളത് ബ്ലാക്ക് കളറിനാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന എൻ്റെ
ഫേസും എൻ്റെ കൈകൾ മാത്രമാണ്. ഇത് ലൈറ്റ് കളേഴ്സാണ്, ബാക്കിയെല്ലാം ഡാർക്ക് കളറാണ്. അപ്പം നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യും ലൈറ്റൊന്നും സ്കാറ്റർ ചെയ്ത് പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതേസമയത്ത് ഇത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ നല്ല രീതിയിൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. നല്ല രീതിയിൽ ഈ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഫോക്കസ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പം പക്ഷേ ബ്ലാക്ക് ആവുന്ന സമയത്ത് അത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ വീഡിയോ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഒന്നും തുടങ്ങുന്നത് പോസിബിൾ ആയിരിക്കില്ല. എനിക്ക് പല ഗിയേഴ്സും വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എൻ്റെ പപ്പയ്ക്ക് വയ്യാതിരിക്കുന്നതാണ്, എൻ്റെ വീട് പണി നടക്കണം. അപ്പം എനിക്ക് കിട്ടുന്ന പൈസ കുറച്ചുകൂടെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കോസിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ തുടരുന്നത്. കാര്യം ഞാൻ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ എൻ്റെ വീഡിയോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണെന്ന് എനിക്കറിയാം, അത്ര ബോറാനായിട്ടൊന്നുമില്ല. ഈവൻ ബോറാണെങ്കിൽ പോലും ഞാൻ പറയുന്ന നല്ലൊരു സാധനമാണെന്നുണ്ടെങ്കിൽ കാണേണ്ട ആളുകൾ അത് കാണും. നിങ്ങൾ പറയുന്നത് നല്ലൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്ക്ഗ്രൗണ്ട് മോശമായതുകൊണ്ട് ആളുകൾ അത് കാണാതിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് ഗുണമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒരു മൈക്കിൻ്റെ വോയിസ് ഇല്ലെങ്കിലും നിങ്ങളുടെ വോയിസിൽ ഒരു ചെവി വെച്ച് കേൾക്കും, അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. പതുക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ഗുണമുണ്ടെന്ന് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമ്പോൾ പതുക്കെ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഞാൻ പഠിച്ചൊരു കാര്യം. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്രീലാൻസിങ് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇതിൽ ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻസ് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും, ഉറപ്പായിട്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ദിസ് ഇസ് ബൈ ഫ്രം മീ ബിജ്വൽ.